നമ്മൾ പൊതിച്ചോറിനെ പോലെ തന്നെ നമുക്ക് പൊതിപ്പുട്ടിനെ ഒന്ന് വൈറലാക്കി എടുത്താലോ. ഇതിനകത്ത് നമ്മളെ റെസിപ്പി പൊതിപ്പുട്ടാണ്. ഇത് ഈസി അല്ല ഉണ്ടാക്കിയെടുക്കാൻ. ഒരു പാൻ അടുപ്പത്ത് വെക്കുക, പാൻ ചൂടായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അതിലേക്ക് ഒരു ഉള്ളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കുരുമുളകും ഗരം മസാലയും കൂടി ഇട്ടെടുക്കുക, നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിലേക്ക് വേവിച്ച് ബീഫും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ വരട്ടിയെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ അതിനിടെ കറുപ്പിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വാഴൻ്റെ ഇലയിലേക്ക് പുട്ടിട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഗ്രേവി ഒന്ന് നല്ലപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ സെറ്റാക്കി വെച്ച ബീഫും കൂടി ഇട്ട് കൊടുക്കുക. മേലെ കുറച്ച് ഉള്ളിയും അതുപോലെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വാഴൻ്റെ ഇല അങ്ങോട്ട് പൊതിഞ്ഞെടുക്കാം. ഇത് നല്ല ചൂടോട് വേണം വാഴൻ്റെ ഇലയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതാകുമ്പോൾ നല്ല സെറ്റായി കിട്ടും. അതുപോലെ ഗ്രേവി കുറച്ച് അധികം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് കെട്ടാനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ നൂല് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. പിന്നെ ഞാനൊരു പാനിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. 10-15 മിനിറ്റിന് ശേഷം തുറക്കുക, കഴിക്കുക. ഇത്രയുള്ള പരിപാടി. ഈസി അല്ലേ? ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.